ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴികൾക്കുണ്ടാകുന്ന കുരുപ്പ് രോഗം അഥവാ കോഴി വസൂരി എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ടുള്ളത്, അതുപോലെ അവരെ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ 2 കോഴികൾക്കാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു രോഗം വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്നൊരു പിന്നെ ഒരു 4 കോഴി, പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവിൻ്റെ അടുത്തുനിന്ന് ഒരു 4 കോഴിയാണ് കേട്ടോ നമുക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ നാടൻ കോഴികൾ, BV380 കോഴികളെ എല്ലാവരെയും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഒരു ആദ്യ സമയത്തൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തോ ആണ് കേട്ടോ ഈ ഫംഗസ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ടാണ് കേട്ടോ 2 പേർക്കായിട്ടിത് കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മറ്റുള്ള കോഴികളിലേക്ക് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കോഴികൾ ചത്തുപോകാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അസുഖത്തെ നമ്മൾ പേടിക്കേണ്ടതില്ല. എങ്കിലും യഥാസമയം നമ്മൾ ചികിത്സ കൊടുത്തില്ലെങ്കിൽ കോഴികൾ നമുക്ക് നഷ്ടമാകും കേട്ടോ. ഇതുപോലെ ഇരിക്കും നമ്മുടെ കോഴികളുടെ കണ്ണൊക്കെ അടഞ്ഞ് കണ്ണ് പഴുത്തടയും. അതുപോലെ തന്നെ നീരുണ്ടാവും മൂക്കിലും തലയിലെ പൂവിലും, അതുപോലെ കണ്ണിൻ്റെ ഭാഗത്ത് എല്ലാം ഈ കുരുപ്പുകൾ വന്ന് നിറയും. ചിലപ്പോൾ ചില കോഴികൾക്കൊക്കെ ആണെങ്കിൽ വായ്ക്കുള്ളിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നെന്ന് പറയുമ്പോൾ ഉള്ളിൽ കൊടുക്കുന്ന മരുന്നുണ്ട്, അതുപോലെ പുറമേ പുരട്ടി കൊടുക്കാനുള്ള മരുന്നുമുണ്ട്. ഓഫ്ലോ കൈൻഡ് എന്ന് പറയുന്ന മരുന്നാണ് കേട്ടോ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേപ്പെണ്ണയും അതുപോലെ ബോറിക് ആസിഡും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ കോഴികളുടെ ഈ കുരുപ്പ് ഉള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ നമുക്കെന്ന് പറയുമ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ് കൂടി നമ്മുടെ കോഴികൾക്ക് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഈ മരുന്ന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോഴികൾക്ക് കൊടുത്തതിന് ശേഷം ഈ കുരുപ്പുള്ള ഭാഗത്ത് വേണം കേട്ടോ ഈ മരുന്ന് പുരട്ടി കൊടുക്കാനായിട്ട്. അത് വേപ്പെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്ക് വെളിച്ചെണ്ണയിൽ അത് ചേർത്ത് പുരട്ടി കൊടുക്കാം. എങ്കിലും വേപ്പെണ്ണയാണ് പെട്ടെന്ന് ഇതിന് നമുക്കൊരു ഫലം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുരുപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇതിനുള്ള മരുന്നുകൾ ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ കോഴി ചത്തുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നാടൻ കോഴികളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നാട്ടുമരുന്ന് നമ്മൾ കൊടുത്താൽ മതിയാകും. തുളസി ഇല, ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ അതുപോലെ ഞവര ഇല, വെളുത്തുള്ളി, പച്ചമഞ്ഞൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയ്ക്കുള്ളിലൊക്കെ ആക്കി കൊടുത്താൽ മതിയാകും. നമ്മുടെ നാടൻ കോഴികളിൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെ കോഴികളുടെ വായ്ക്കുള്ളിലും ഈ ഒരു കുരുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴികളുടെ വാ തുറന്നിട്ട് കുറച്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താലും കോഴികൾ കഴിച്ചോളും. അങ്ങനെയും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മുടെ BV380 കോഴികൾക്കാണെങ്കിൽ ഈ ഒരു പക്ഷേ നാടൻ മരുന്നുകൾ കൊണ്ട് വലിയ ഫലമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ മരുന്നുകൾ വാങ്ങിച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാടൻ കോഴികൾക്കൊന്നും ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല കേട്ടോ. നമുക്ക് ഇതുവരെ നാടൻ കോഴികൾക്കൊന്നും ഇങ്ങനെയുള്ളൊരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കോഴികളെയൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഈ കുരുപ്പ് രോഗം എന്നൊരു രോഗമുണ്ടാവുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുള്ളത് 2 BV380 കോഴികൾക്കാണ് കേട്ടോ. ആ സമയത്ത് അവർ ആഹാരം കഴിക്കുന്നില്ലായിരുന്നു, അതുപോലെ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സ് വെള്ളത്തിൽ കലക്കിയിട്ട് അവരുടെ വായ്ക്കുള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ 2 ദിവസം ചെയ്തത്. അതുപോലെ വേപ്പെണ്ണയും ബോറിക് ആസിഡും 2 ദിവസമാണ് കേട്ടോ നമ്മൾ ഇവർക്ക് തേച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ കൊടുക്കുന്ന മരുന്ന് മാത്രം നമ്മളത് മരുന്ന് കഴിയുന്നവരെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 2 കോഴികൾക്കും നല്ല സുഖമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.